ബസ്സിൽ മറന്നുവെച്ച പണമടങ്ങിയ ബാഗ് യാത്രക്കാരന് തിരികെ നൽകി ബസ് ജീവനക്കാർ. 1.5 ലക്ഷം രൂപയടങ്ങിയ ബാഗാണ് തിരികെ നൽകി സ്വകാര്യ ബസ് ജീവനക്കാർ നാടിന് മാതൃകയായത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലെ ദർശൻ ബസ്സിലെ കണ്ടക്ടർ വിനുവും ഡ്രൈവർ മണിക്കുട്ടനുമാണ് ഈ സത്യസന്ധർ. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, നല്ലൊരു വാർത്തയാണ്. തികച്ചും സമൂഹത്തിന് മാതൃകയാകേണ്ട 2 പേർ. എന്താണ് സംഭവിച്ചത് അരുൺ? രാഖി, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 9:30 നിലമ്പൂർ സ്വദേശികളായ വ്യക്തികൾ ഒരു കല്യാണത്തിന് പോകുന്നതിനിടെ അവരുടെ ബാഗാണ് ഈ ബസ്സിൽ മറന്നു വെച്ചത്. അതിൽ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അവർ ബസ്സിൽ മറന്നു വെച്ച് അവർ കല്യാണത്തിന് പരിപാടിക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ ബസ്സിലെ ജീവനക്കാർ ഈ ബാഗ് കണ്ടെടുക്കുകയായിരുന്നു. ഇതോടുകൂടെയാണ് ഈ പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ദർശൻ ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള വിനുവും അതുപോലെ തന്നെ ഡ്രൈവറായിട്ടുള്ള മണിക്കുട്ടനും ഈ പണം 1.5 ലക്ഷം രൂപ വരുന്ന ബാഗ് പാലക്കാട് സൗത്ത് പോലീസിനെ ഏൽപ്പിച്ചത്. അങ്ങനെ ആ പണം ഉടമസ്ഥർക്ക് കൃത്യമായി തിരികെ ലഭിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സ്വകാര്യ ബസ് വ്യവസായമൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ പോകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ വന്ന സാഹചര്യത്തിൽ പലയിടത്തും ജീവനക്കാർക്ക് തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം, ഉടമസ്ഥർക്കാണെങ്കിൽ വലിയ നഷ്ടമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെയാണ് ഒരു വശത്ത്. എങ്കിലും ഇത്തരത്തിൽ ആ സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഈ 1.5 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് കൃത്യമായിട്ട് തന്നെ ഉടമസ്ഥർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് ഈ പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ദർശൻ ബസ്സിലെ ജീവനക്കാർ. തീർച്ചയായും അരുൺ, ഏതായാലും 1.5 ലക്ഷം രൂപയാണ്, ആ രൂപയടങ്ങിയ ബാഗാണ് ഈ സ്വകാര്യ ബസ്സിൽ മറന്നു വെച്ചത്. ആ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ, ദർശൻ ബസ്, ആ ബസ്സിലെ ജീവനക്കാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അവർ ഇത് കൃത്യമായ ഇടപെടലോടുകൂടി, അവരുടെ ഒരു ഇടപെടലിൻ്റെ ഫലമായി ആ കാശിൻ്റെ ഉടമകൾക്ക് ആ പണം തിരികെ ലഭിച്ചു എന്നുള്ളതാണ് വലിയ ആശ്വാസം തന്നെയാണ്. അവരുടെ ആ ഒരു ഇടപെടൽ കൊണ്ടുണ്ടായത്. ബസ്സിലെ കണ്ടക്ടർ വിനുവും ഡ്രൈവർ മണിക്കുട്ടനുമാണ് സത്യസന്ധരായ ചെറുപ്പക്കാർ. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.